സംസ്ഥാനത്ത് നികുതി വെട്ടിപ്പ് തടയാനും കണ്ടെത്താനുമുള്ള നടപടികൾ കാര്യക്ഷമമെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. സംസ്ഥാനങ്ങൾക്ക് അർഹമായ പണം വെട്ടിക്കുറയ്ക്കാൻ കേന്ദ്രം ശ്രമിക്കുന്നുവെന്നും ധനമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. അതേസമയം ഇ.ഡി. വന്നപ്പോൾ ഡൽഹിയിലെ പ്രക്ഷോഭം സമ്മേളനമാക്കി മാറ്റിയെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. സായിപ്പിനെ കണ്ടപ്പോൾ കവാത്തു മറന്നതുപോലെയാണ് സംസ്ഥാന സർക്കാരെന്നും ചെന്നിത്തല കുറ്റപ്പെടുത്തി. ചോദ്യോത്തരവേളയിൽ പ്രധാനമായും സാമ്പത്തിക പ്രതിസന്ധിയായിരുന്നു വിഷയം. നികുതി പിരിവ് കാര്യക്ഷമമാക്കാതെ കേന്ദ്രത്തെ കുറ്റം പറയുകയാണ് സർക്കാരെന്ന് പ്രതിപക്ഷ എംഎൽഎമാർ പറഞ്ഞു. കൃത്യമായി നികുതി പിരിക്കുന്നതിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടാകുന്നുവെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. അതേസമയം നികുതി ചോർച്ച തടയാൻ കാര്യക്ഷമമായ നടപടി സ്വീകരിക്കുന്നതായി ധനമന്ത്രി മറുപടി നൽകി. ധനകാര്യ കമ്മീഷൻ വിഹിതം കൂട്ടിക്കിട്ടാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഡൽഹിയിൽ നടക്കുന്നത് പ്രക്ഷോഭമാണ്, സമ്മേളനമല്ല. പേരിലാണ് പ്രശ്നമെങ്കിൽ കോൺഗ്രസ് നേതാക്കൾ അത് മാറ്റിവെച്ച് പ്രതിഷേധത്തിൽ പങ്കെടുക്കണമെന്നും ധനമന്ത്രി പറഞ്ഞു. പ്രക്ഷോഭമാണെങ്കിൽ വരുന്നില്ല, സമ്മേളനമാണെങ്കിൽ വരുമെന്നാണോ? സമ്മേളനമാണെങ്കിൽ വരാൻ, പ്രക്ഷോഭമാണ് വരത്തില്ല. എന്താ കാര്യം? എന്തായാലും അത് പ്രക്ഷോഭമാണ്. ഇന്ത്യ ഗവൺമെന്റിന്റെ നിലപാടിനെതിരായി അതിശക്തമായ സമരം നടത്താനായിട്ട് അവിടെ പോകുന്നു. പേരിന്റെ പേരിലാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് സംശയം ഉണ്ടെങ്കിൽ നമുക്ക് പേര് നിങ്ങളോട് ആലോചിച്ചില്ല. ഇ.ഡി. വന്നപ്പോൾ പ്രക്ഷോഭം സമ്മേളനമാക്കി മാറ്റിയെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. സായിപ്പിനെ കണ്ടപ്പോൾ കവാത്ത് മറന്നതുപോലെയാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ചെയ്യുന്നതെന്നും അദ്ദേഹം പരിഹസിച്ചു. നിങ്ങളിപ്പോ കേന്ദ്ര ഗവൺമെന്റിനെതിരെ സമരം നടത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ട് നിങ്ങളിപ്പോ സമ്മേളനമാക്കി മാറ്റിയിരിക്കുകയാണ്. സായിപ്പിനെ കണ്ടപ്പോൾ കവാത്ത് മറന്ന പോലെയാണ് സ്ഥിതി. സാർ, ഇ.ഡി. വന്നു എന്ന് കേട്ടപ്പോൾ നിങ്ങൾ സമ്മേളനമാക്കി മാറ്റി ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ ശ്രമിക്കുകയാണ്. സാർ, ധനകാര്യ മാനേജ്മെന്റിൽ ഉണ്ടായിട്ടുള്ള പിഴവും അനാവശ്യ ധൂർത്തും കേരളത്തെ വൻതോതിലുള്ള കടക്കിണിയിലേക്ക് ആക്കി എന്നുള്ള ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആരോപണം അങ്ങേക്ക് നിഷേധിക്കാൻ കഴിയും. തങ്ങൾ ആർക്കും കീഴടങ്ങി നിൽക്കുകയല്ലെന്ന് ധനമന്ത്രി പറഞ്ഞു. GST സംബന്ധിച്ച ബില്ല് ചർച്ചയ്ക്ക് വന്നപ്പോൾ പാർലമെന്റ് കമ്മിറ്റിയിൽ വോട്ട് ചെയ്ത ആളുകളാണ് കോൺഗ്രസ് എന്ന് ധനമന്ത്രി തിരിച്ചടിച്ചു. ഡൽഹിയിൽ സമരത്തിന്റെ ഭാഗമായി പലരും വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ എല്ലാം കേന്ദ്രം തരട്ടെ എന്നാണ് ധനമന്ത്രി പറയുന്നതെന്ന് ലീഗ് MLA എന്നെ നെല്ലിക്കുന്നു പറഞ്ഞു. കേന്ദ്രത്തെ കുറ്റപ്പെടുത്തരുതെന്നുള്ള പരാതി അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ പാർട്ടിക്കുമുണ്ടോ എന്ന് ധനമന്ത്രി ചോദിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം.